അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂറ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചിട്ടാണ്. വളരെ ചെറിയൊരു സൂറത്താണ് സൂറ ഇഖ്ലാസ് എങ്കിലും അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സൂറത്തുൽ ഇഖ്ലാസ് മഹത്വവും പ്രാധാന്യവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വഹാബികളോട് ചോദിച്ചു, ഓരോ രാത്രിയിലും ഖുർആൻ്റെ 1/3 പാരായണം ചെയ്യാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയാതിരിക്കുമോ? സ്വഹാബികൾ ചോദിച്ചു, എല്ലാ രാത്രിയിലും പതിവായി ഖുർആൻ 1/3 എങ്ങനെ പാരായണം ചെയ്യും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറത്ത് ഖുർആൻ്റെ 1/3 സമമാണ് ഈ ഒരു സൂറത്ത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വിശ്വാസിയായിരിക്കെ ഒരാൾ 3 കാര്യങ്ങൾ ചെയ്താൽ അവന് സ്വർഗത്തിലെ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുമെന്നതാണ്. ഹൂറുൽ ഈനിൽ നിന്ന് ഇഷ്ടമുള്ള അപ്സരസുന്ദരികളെ ഇണയായി സ്വീകരിക്കാനുള്ള അനുവാദവും നൽകുന്നതാണ്. ഒന്നാമത്തെ കാര്യം, കൊലയാളിക്ക് മാപ്പ് നൽകുക. 2, ആരും അറിയാത്ത കടം വീട്ടുക. 3, എല്ലാ ഫർളു നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുക. ഇവയാണ് ആ 3 കാര്യങ്ങൾ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തവർക്കും അത് ലഭിക്കുമോ? അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് ചെയ്തവർക്കും അത് ലഭിക്കുന്നതാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് 10 പ്രാവശ്യം ഓതിയാൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കും. 20 തവണ ഓതിയാൽ 2 കൊട്ടാരങ്ങളും 30 തവണ ഓതിയാൽ 3 കൊട്ടാരങ്ങളും നിർമ്മിക്കപ്പെടും. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഞങ്ങളുടെ സ്വർഗീയ മാളികകൾ ഞങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എത്ര വർദ്ധിപ്പിച്ചാലും അത് അള്ളാഹു നൽകാൻ കഴിവുള്ളവനാണ്. മറ്റൊരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വരികയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതായിട്ട് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിർബന്ധമായി കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് നബിയെ നിർബന്ധമായത്? ആ സൂറത്ത് പാരായണം ചെയ്യുന്നവനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നബി തങ്ങൾ പറയുകയാണ്, സ്വർഗം നിർബന്ധമായി. ഇനി ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ തൻ്റെ വിരിപ്പിൽ വലതുവശം ചെരിഞ്ഞു കിടന്നുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അന്ത്യനാളിൽ അള്ളാഹു അവനോട് പറയും, നീ വലതുഭാഗത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മറ്റൊരു ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു തിരുവചനത്തിൻ്റെ ആശയം കാണുക. അവിടുന്ന് സ്വഹാബികളെ ഉണർത്തി, സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 തവണ ആരെങ്കിലും പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ്റെ ശരീരത്തെ അവന് രക്ഷപ്പെടുത്തി. അള്ളാഹുവിൻ്റെ സന്ദേശദൂതന്മാരിൽ ഒരാൾ ആകാശലോകത്തും ഭൂമിയിലും ഇങ്ങനെ വിളംബരം ചെയ്യും, അറിഞ്ഞുകൊള്ളുക, ഈ മനുഷ്യന് അള്ളാഹുവിൻ്റെ മോചിത ദാസനാണ്. അവൻ്റെ കയ്യിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും അവകാശങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സമീപിച്ച് വാങ്ങിക്കൊള്ളുക. അവന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളും ബാധ്യതകളും അള്ളാഹു കൊടുത്തു വീട്ടുന്നതാണ്. പരലോകത്ത് അവൻ്റെ സുരക്ഷയ്ക്ക് വിഘാതമുണ്ടാക്കുന്ന വിധത്തിൽ ഇടപെടിക്കാതെ. ഇനി സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങളിൽ എണ്ണി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്താൽ ഖുർആൻ്റെ 1/3 പാരായണം ചെയ്തതുപോലെയാകുന്നു. 2, 50 വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നു. 3, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള സ്നേഹം സ്വർഗീയ പ്രവേശനത്തിന് ശക്തി വർദ്ധിപ്പിക്കുന്നു. 4, അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് കാരണമാകുന്നു. 5, ദുആ സ്വീകരിക്കപ്പെടുന്നു. 6, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു.
അടുത്തത് ഖബറിൻ്റെ രൂക്ഷവും ഭീകരവുമായ പിടുത്തത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു. അടുത്തത് സ്വർഗത്തിൽ ധാരാളം കൊട്ടാരങ്ങൾ ലഭിക്കുന്നു. അടുത്തത് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. 11 അയൽവാസി പോലും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടുന്നു. 12 ആശൂറ ദിനത്തിൽ 1000 തവണ ഓതിയാൽ റബ്ബിൻ്റെ തിരുനോട്ടത്തിന് വഴിയൊരുക്കുന്നു. 13 ഫർള് നിസ്കാര ശേഷം 10 തവണ പതിവാക്കിയാൽ ഇഷ്ടമുള്ള സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്നു. 14 സ്വർഗസുന്ദരികളായ ഇഷ്ടപ്പെട്ട ഹൂറിൽ ഏണികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലഭിക്കുന്നു. 15 സിറാത്ത് പാലത്തിന്മേൽ രക്ഷ ലഭിക്കുന്നു. 16 മരണസമയത്ത് റബ്ബിൻ്റെ റഹ്മത്തിന് കാരണമാകുന്നു. 17 ഒരാൾ രാവിലെ 3 തവണ ഓതിയാൽ കണ്ണേറ്, സിഹർ, ശത്രു ശല്യം തുടങ്ങിയ ഏത് വിഷമങ്ങളെ തൊട്ടും പകലിൽ കാവലാക്കപ്പെടുന്നു. വൈകുന്നേരം ഓതിയാൽ രാത്രിയിലും കാവൽ ലഭിക്കുന്നു. 18 സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നു. 19 മഹശറയിൽ വൻ സഹായമാകുന്നു. 20 ജീവിതകാലത്തിൽ ഒരാൾ 1,00,000 ഇഖ്ലാസ് ഓതിയാൽ പരലോകത്തെ വിചാരണ നാളിൽ മനുഷ്യരുമായുള്ള ബാധ്യതകൾ പോലും അള്ളാഹു ഏറ്റെടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകുന്നു.